നമസ്കാരം, ഞാൻ ഡോക്ടർ സാജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സാജി ടോക്സിലേക്ക് സ്വാഗതം. കരൾ രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡിൽ സംസാരിച്ച് വന്നത്. അതിനകത്ത് തന്നെ ഫാറ്റി ലിവറിൻ്റെ വിവിധ ഗ്രേഡുകളും ഒപ്പം നമ്മൾ പ്രാഥമികമായ കരൾ പരിശോധനയിൽ ഉണ്ടാകുന്നതായ ചില വ്യത്യാസങ്ങളും ചില കാര്യങ്ങളെക്കുറിച്ചും SGOT, SGPT എന്നുള്ള പരിശോധനകളെക്കുറിച്ച് സാധാരണ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ലിവർ ഡിസീസിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന ഫാറ്റി ലിവറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും എന്നുള്ള രീതി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇന്ന് വളരെ സർവ്വസാധാരണമായി നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം തന്നെയാണ് തീർച്ചയായും ഫാറ്റി ലിവർ എന്നൊരു പ്രശ്നമില്ലാത്ത ആൾക്കാർ വളരെ തുലവും കുറവാണ് എന്ന് തന്നെ പറയാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും വ്യത്യസ്തമായ കരൾ രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മദ്യപാനം കൊണ്ടാണോ തനിക്ക് ഇങ്ങനെ ഒരു കരൾ രോഗം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ മദ്യപാനം ഒരാളുടെ കരളിൻ്റെ ആരോഗ്യത്തിന് ഏതൊക്കെ തരത്തിൽ ബാധിക്കുന്നില്ലേ? തീർച്ചയായും ബാധിക്കുന്നുണ്ട് എങ്കിൽ അത് അത്രത്തോളം എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാനുള്ള 1-2 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഞാൻ അന്ന് പറഞ്ഞു, നമ്മൾ ലിവർ എൻസൈംസിൽ SGOT, SGPT എന്ന് പറഞ്ഞ SGOT കൂടി നിന്ന് കഴിഞ്ഞാൽ ലിവറിന് മാത്രമല്ല, അത് പുറമെ ഏതെങ്കിലും തരത്തിലുള്ള മസിൽ ഇഞ്ചറിയോ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ ഒക്കെ മറ്റ് അനുബന്ധ അവയവങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും SGOT കൂടി നിൽക്കാമെന്നും SGPT കരളിൽ മാത്രം കൂടുതലായി കണ്ടുവരുന്ന ഒരു ഇതായത് കൊണ്ട് അത് ലിവർ ഡിസീസിനെ പ്രകടമായി എടുത്ത് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നുവല്ലോ. അതിനോടൊപ്പം മദ്യപാനം മൂലം കരളിലുണ്ടാകുന്ന ഒരു രോഗമാണെങ്കിൽ തീർച്ചയായും SGOT കൂടുതലായി കാണാൻ സാധ്യതയുണ്ട്. സാധാരണ 2:1 എന്നുള്ള റേഷ്യയിൽ നിന്നും SGPTയുടെ കാലും അനുപാതത്തിൽ SGOT 2:1 എന്നുള്ള റേഷ്യയിൽ കൂടി നിന്നാലും SGPTയേക്കാൾ SGOT അധികം കൂടി നിന്നാൽ ഈ പല കാരണങ്ങൾ കൊണ്ട് ഇത് കൂടി നിൽക്കാമെന്നൊക്കെ പറയുന്നുവെങ്കിൽ പോലും തുടർച്ചയായി മദ്യപിക്കുന്ന ഒരാളിൽ അതുകൊണ്ട് തന്നെയാണ് മദ്യപാനം കൊണ്ടാണ് ഇത് ഇങ്ങനെ വരാനുള്ള സാധ്യത എന്ന് ഡോക്ടർ അനുമാനിക്കുന്നു. അതിന് എന്താണ് പ്രധാനമായ കാരണം എന്നുള്ള 1-2 കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ SGOT നാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സെറം ഗ്ലൂട്ടാമിക് ഒക്സാലോ അസറ്റിക് ട്രാൻസമിനേസ് എന്നുള്ള ഒരു തവണ SGOT തന്നെയാണ് AST എന്നും SGPT ALT എന്നൊക്കെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കരൾ രോഗങ്ങളിൽ എന്തുകൊണ്ട് SGOT കൂടുന്നു, അല്ലെങ്കിൽ ആൽക്കഹോളിക് ലിവർ ഡിസീസിൽ SGOT കൂടാനുള്ള കാരണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കൂടുതലായി പറയുന്നത്. അപ്പോൾ മദ്യപാനത്തിൽ ചുരുക്കത്തിൽ കരൾ കോശങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത് SGOT കൂടുതലായി കാണുന്നു. ആ SGOT കൂടുതലായി കാണാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായും അറിയാം, തുടർച്ചയായ മദ്യപാനം കരൾ കോശങ്ങളിലെ മൈറ്റോകോൺട്രിയ, കരൾ കോശങ്ങളിൽ ഒരു സെല്ലിൻ്റെ നമുക്കറിയാം പവർ ഹൗസ് എന്നൊക്കെ പറയും മൈറ്റോകോൺട്രിയ. ആ മൈറ്റോകോൺട്രിയയിലാണ് ഏറ്റവും കൂടുതലായിട്ട് SGOT കാണപ്പെടുന്നത്. അങ്ങനെ കാണപ്പെട്ട് വരുമ്പോൾ SGOT ആ കരൾ സെൽസിന് അല്ലെങ്കിൽ കരൾ കോശങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷതം സംഭവിച്ചു വരുമ്പോൾ കൂടുതലായി SGOT ബ്ലഡിലോട്ട് മൈറ്റോകോൺട്രിയയ്ക്കാണ് കൂടുതലായിട്ട് ക്ഷതം സംഭവിക്കുന്നതെന്നും അങ്ങനെ ആ കേടുപാടുകൾ പറ്റുന്നത് കൊണ്ട് കൂടുതലായിട്ട് ബ്ലഡിലോട്ട് കരൾ SGOT എൻസൈംസ് കൂടുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ SGPTക്കാരും SGOTയുടെ അനുപാതം 2:1 എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇരട്ടിയിൽ അധികമാവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഒരു കരൾ രോഗമാണ് എന്നും നമുക്ക് സംശയിക്കാം. ഇനി എന്തുകൊണ്ട് SGPT കൂടുന്നില്ല? കരൾ ലിവർ ഡിസീസിൻ്റെ പ്രകടമായ ഒരു കാരണം SGPT കൂടുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഇതിൽ SGPT കുറയുന്നു അല്ലെങ്കിൽ SGPT നോർമലായി കാണുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് SGPT എപ്പോഴും അമിതമായ മദ്യപാനം ചുരുക്കത്തിൽ വൈറ്റമിൻ B6 ആഗിരണം തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ആഗിരണം തടസ്സപ്പെടുത്തുന്നു. അപ്പം അതിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നു. കുടലിൽ വെച്ച് നടക്കുന്ന ആഗിരണത്തിൽ വൈറ്റമിൻ B6 ആഗിരണം കുറയ്ക്കുന്നതിൻ്റെ ഫലമായി
SGPT എപ്പോഴും ഉണ്ട് എങ്കിലും അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വൈറ്റമിൻ B6 ഒരു ആവശ്യകത വളരെ അത്യാവശ്യമാണ്. അപ്പോൾ തുടർച്ചയായ മദ്യപാനം വൈറ്റമിൻ B6 കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ SGPT പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി ആക്ടിവേറ്റ് ചെയ്യുവാൻ സാധിക്കാതെ, ഇതിൻ്റെ അഭാവത്തിൽ ചെയ്യാൻ സാധിക്കാതെ വരികയും അങ്ങനെ സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ബ്ലഡിലോട്ടുള്ള SGPT കുറയുകയും ചെയ്യും, അല്ലെങ്കിൽ നോർമലായി കാണും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുള്ള ലിവർ ഫങ്ഷൻ ടെസ്റ്റ് കഴിയുമ്പോൾ SGPT വളരെ നോർമലായിരിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് SGPT നോർമൽ ആണല്ലോ എന്നുള്ള ഒരു സന്തോഷം നമുക്ക് വരേണ്ട കാര്യമില്ല. കാരണം അത് ഈ പറഞ്ഞ വൈറ്റമിൻ B6 കുറവ് കൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലാബ് ടെസ്റ്റുകളിൽ വളരെ ഫാൾസ് ലോ ആയിട്ട് വേണമെങ്കിൽ SGPT കാണിക്കാം. ആ ഒരു ഇത് നമ്മുടെ വല്ലാത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിക് ലിവർ ഡിസീസിൽ SGPT കൂടി നിൽക്കുമ്പോൾ SGPT കുറഞ്ഞിരിക്കുമോ നോർമലായിരുന്നു എന്നതുകൊണ്ട് ഒരാൾക്ക് ലിവർ ഡിസീസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു. SGPT കൂടുന്നു, SGPT ഒരു പരിധിവരെ കുറഞ്ഞു, കാര്യങ്ങളോ നിൽക്കുന്നു. പക്ഷെ അപ്പോൾ ശരിക്കും മദ്യപാനത്തിൽ ഇതുകൊണ്ട് മാത്രം ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു SGPT ഒരു പക്ഷേ മസിൽ ഇഞ്ചറി ഉണ്ടെങ്കിൽ പോലും SGPT കൂടുതലായി നിൽക്കാം എന്നുള്ളതൊക്കെയാണ് പല കാരണം. ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും കൂടുതലായി നിൽക്കാം. അങ്ങനെയാണ് എങ്കിൽ പിന്നെ മറ്റേത് ടെസ്റ്റാണ് നമുക്കിതിനകത്ത് കൂടുതലായി നമ്മളെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് GGT എന്നുള്ളതാണ്. അത് ഗ്ലൂട്ടിയൻ ട്രാൻസ്ഫറൈസ് എന്ന് പറയുന്ന ഒരു ഘടകം നമ്മൾ നോക്കുമ്പോൾ ശരിക്കും അത് ആൽക്കഹോളിക് റിലേറ്റഡ് ലിവർ ഡാമേജ് ആണെങ്കിലോ ഏതെങ്കിലും ബൈൽ ഡക്റ്റ് റിലേറ്റഡ് ലിവർ ഡാമേജ് ആണെങ്കിൽ പോലും ഈ പറയുന്ന GGT കൂടി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ GGTയുടെ ഒരു അളവ് നമുക്ക് ആനുപാതികമായി നമ്മൾ നോക്കി വരുമ്പോൾ GGTയുടെ ഒരു അളവ് നമ്മൾ നോക്കി വരുമ്പോൾ തീർച്ചയായും നമുക്ക് ഒരു മദ്യപിക്കുന്ന ഒരാൾക്ക് പിന്നെ ലിവർ പ്രശ്നമുണ്ടോ ഇല്ലേ എന്ന് കൂടുതലായി നമുക്കറിയാൻ GGT സഹായിക്കുന്നതാണ്. അപ്പോൾ മദ്യം കഴിക്കുമ്പോൾ എന്ത് വെച്ചാൽ GGT എന്ന് പറയുന്നത് GGT ശരിക്കും ഈ കരൾ കോശങ്ങൾ മദ്യം ഉത്തേജിപ്പിക്കുന്നു, കുറച്ചുകൂടെ ഒരു ഉത്തേജിപ്പിക്കുന്നതിൻ്റെ ഫലമായി GGT എന്ന് പറയുന്ന ഈ എൻസൈം കൂടുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് മദ്യപാനം കുറയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ മദ്യപാനം സ്ഥിരമായി വീണ്ടും മദ്യപിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ അറിയാനായി ഈ GGT എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഡോക്ടർമാർക്ക് ഏകദേശം മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു നിഗമനത്തിലെത്താൻ കഴിയും. അദ്ദേഹത്തിൻ്റെ GGT കുറയുമ്പോൾ ഈ വ്യക്തി മദ്യപാനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതായും അല്ലെങ്കിൽ മദ്യപാനം ഒഴിവാക്കുന്നതായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നേരെ മറിച്ച് അപ്പോഴും SGPT കൂടി നിൽക്കുന്നത് പോലെ GGTയും കൂടി നിൽക്കുകയാണ് എങ്കിൽ ആ വ്യക്തി മദ്യപാനം തുടരുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും. ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. ഈ GGT ഇതിങ്ങനെ കൂടി നിൽക്കുമ്പോൾ ഒരു പക്ഷേ അത് മദ്യപാനം കൊണ്ട് മാത്രം തന്നെ കൂടി നിൽക്കണം എന്നുള്ളൊരു അവസ്ഥ അതിനകത്ത് നമുക്ക് അങ്ങനെ പറയാനും കഴിയില്ല. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞ ഓരോ ടെസ്റ്റുകളും ഡോക്ടർ ബാക്കിയുള്ള പല കാര്യങ്ങളുമായി പൊരുത്തപ്പെടുത്തി അല്ലെങ്കിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് കൊണ്ട് മാത്രമേ പലപ്പോഴും ഒരു നിഗമനത്തിലെത്താൻ പറ്റൂ. അതുകൊണ്ട് GGT തന്നെ പുരുഷന്മാരിൽ സാധാരണ 3 തൊട്ട് 61 യൂണിറ്റ് പെർ ലിറ്റർ എന്നുള്ള അവസ്ഥയും അത് സ്ത്രീകളിലാണെങ്കിൽ ഏകദേശം 5 തൊട്ട് 36 യൂണിറ്റ് പെർ ലിറ്റർ എന്നുള്ള ഒരവസ്ഥയിലോട്ടും ആണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത്. ഇത് ലാബുകളുടെ റെഫറൻസ് റേഞ്ച് അനുസരിച്ചിട്ട് ചില ഏറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാമെന്നുള്ളതാണ്. ഇതിന് പുറമെ മദ്യപാനം കൊണ്ട് കൂടുമെന്നുണ്ടെങ്കിലും പിത്തരസക്കുഴലുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബിലിയറി ഒബ്സ്ട്രക്ഷൻ അങ്ങനെയുള്ള തടസ്സങ്ങൾ കൊണ്ടും പിന്നെ അത്തരം ചില കാര്യങ്ങൾ കൊണ്ടും ഒരു പരിധി വരെ GGT കൂടാം. അതുകൊണ്ട് മദ്യപിക്കുന്ന ഒരാളുടെ കാര്യത്തിൽ നമുക്ക് വ്യക്തമായി വിലയിരുത്താൻ അത് കഴിയുമെങ്കിലും പിത്തരസക്കുഴലിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്സ്ട്രക്ഷനോ ഉണ്ടായാൽ അതിപ്പോൾ ഗാൾ ബ്ലാഡർ കാൽക്കുല അല്ലെങ്കിൽ എന്താ പറയുക പിത്താശയ കല്ല് അതുണ്ടായുള്ള തടസ്സം കാരണങ്ങൾ ഉള്ള രീതിക്ക് വരുമ്പോഴും നമുക്ക് ഈ GGT ആനുപാതികമായി കൂടുന്നതായി കാണാം.
എന്നിരുന്നാൽ പോലും ഇതിനെ മറ്റു ചില ലിവറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലിവർ ഫങ്ഷനുമായി ബന്ധപ്പെട്ട മറ്റു ചില ടെസ്റ്റുകളെക്കുറിച്ച് നമ്മൾ ബന്ധപ്പെടുത്തി നമ്മളൊന്ന് നോക്കുമ്പോൾ അവിടെ പ്രധാനമായി മറ്റൊരു കാര്യം കൂടെ പറയാനുള്ള ടെസ്റ്റുകൾ നമ്മൾ കാണുന്ന ALP എന്നാണ്, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്ന ഒരു ഘടകമാണ്. ഈ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്നത് അസ്ഥിരോഗം ഉണ്ട് എങ്കിൽ പോലും കൂടി നിൽക്കാവുന്നതാണ്. എന്നിരുന്നാൽ പോലും GGT കുറവും ALP കൂടുതലുമായി കണ്ടാൽ ഒരുപക്ഷെ ഡോക്ടർമാർ അത് ഇന്ന വ്യക്തിക്ക് അസ്ഥിരോഗമാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് അത് കൂടി നിൽക്കുന്നതെന്ന് പറയാൻ പറ്റും. എന്നാൽ GGTയുടെ കൂടെ തന്നെ ALPയും ഈ പറയുന്ന ആൽക്കലൈൻ ഫോസ്ഫേറ്റേസും കൂടി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും അത് ലിവർ ഡിസീസിൻ്റെ തന്നെയാണ്, പ്രത്യേകിച്ച് മദ്യപിക്കുന്നവരുള്ള അല്ലെങ്കിൽ മദ്യപാനം കൊണ്ടുള്ളതാണ് എന്നുള്ള കാര്യത്തിനകത്തും യാതൊരുവിധ സംശയമില്ല. പലപ്പോഴും പല ടെസ്റ്റുകളുടെ അനുവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഇൻ്റർപ്രറ്റ് ചെയ്താണ് ഡോക്ടർമാർ പല നിഗമനത്തിലെത്തുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒന്ന് രണ്ട് ഘടകങ്ങൾ കൂടെയാണ് സാധാരണ ലിവർ ഫങ്ഷൻ ടെസ്റ്റ്. നമുക്ക് COT SGPT എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ALP ആൽക്കലൈൻ ഫോസ്ഫേറ്റേസും സെറം ബിൽറുബിൻ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ആൽഫ ഗ്ലോബുലിൻ റേഷ്യോ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കൂടെ വീണ്ടുമുണ്ട്. അപ്പോൾ എന്താണ് ഈ ആൽഫ, എന്താണ് ഈ ഗ്ലോബുലിൻ, അല്ലെങ്കിൽ എന്താണ് ആ റേഷ്യയുടെ വ്യത്യാസം, ആ റേഷ്യയുടെ വ്യത്യാസം എങ്ങനെയാണ് കരൾ രോഗങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് എന്നുള്ള വിവരങ്ങൾ കൂടുതൽ ഇതുമായി അടുത്ത മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.